ഹലോ ഗായ്സ്, IG ബ്ലൂപ്പേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരു അടിപൊളി മാസ് വെൽക്കം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത് ഒരു സെബ്രോണിക്സിൻ്റെ ഹോം തിയേറ്റർ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് തിരിച്ച് പെട്ടിയിലാക്കി അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. ഇന്ന് ചെയ്യാൻ പോകുന്നത് 3 മാസം മുമ്പ് മേടിച്ച ഒരു മൊബൈൽ ഫോൺ അതിൻ്റെ പെട്ടിയിലേക്ക് നമ്മൾ 3 മാസത്തിന് ശേഷം തിരിച്ച് കയറ്റി അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് പുതിയ സാധനങ്ങളൊന്നും കിട്ടിയില്ല അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ടെല്ലാം അൺബോക്സ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അങ്ങ് ഇറക്കുക. വെറുപ്പിക്കലാന്ന് വിചാരിക്കരുത് നിങ്ങൾ. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ അൺബോക്സ് ചെയ്തിട്ട് അതിനെപ്പറ്റി പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്ത് പറയണം എടുത്ത് പറയരുത് എന്നൊന്നും എനിക്ക് അത്രയ്ക്ക് വലിയ ഗ്രാഹ്യമില്ല. എന്നാൽ കൂടിയും എൻ്റെ സ്വന്തം ഫോണായതുകൊണ്ട് തന്നെ പറയുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ട് വരത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നമ്മൾ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല ഇതിലും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ ഒപ്പം തൂങ്ങി നിൽക്കുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. പുതിയ പുതിയ ഐഡിയാസും ക്ഷണിക്കുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന റിയൽമിയുടെ ഫോണാണ്. റിയൽമിയുടെ 5Y എന്ന് പറയുന്ന അത്യാവശ്യം ലേറ്റസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല, എനിക്കറിയത്തില്ല ഇത് എന്നാണ് ഇറങ്ങിയതെന്നൊന്നും. ഏതായാലും അത്യാവശ്യം മോശമില്ലാത്തൊരു സെറ്റാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യമേ അൺബോക്സിങ്ങിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് യൂസർ മാനുവലും പിന്നെ എന്തൊക്കെയുണ്ട്, വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു, ക്വിക്ക് ഗൈഡ്, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഗൈഡ്, ബില്ല്. ഇതാണ് സെറ്റ്. ഇത് കണ്ടല്ലോ, ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ സാധനം. അടിപൊളി, കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ചാർജർ, ഡാറ്റ കേബിൾ. ഇതില്ലാതെ എന്തായാലും ഒരു ഫോണും വരില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സ്പെക്കുകളും നേരെ അവിടെ പോയി ഇന്ന് റിവ്യൂ അടിക്കാം. മോനെ, അപ്പം ഇതാണ് നമ്മുടെ സെറ്റ്. ഇതാണ് നമ്മുടെ റിയൽമിയുടെ 5Y എന്ന് പറഞ്ഞ സെറ്റ്. ഇത് കണ്ടില്ലയോ? ഇത് മൊത്തത്തിൽ കിടന്ന് തിളക്കമാണ്. ഇതിൻ്റെ ബാക്ക് ഫുൾ അടിപൊളി സാധനം. ഞാനിത് സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെ വെച്ച് സ്വിച്ച് ഓൺ ആക്കാൻ മറന്നു. എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് സ്വിച്ച് ഓൺ ആക്കാം. അടിപൊളി. അയ്യോ, അനങ്ങുന്നില്ലല്ലോ. ഹാങ്ങായോ? ഇല്ല, ഹാങ് ആയിട്ടില്ല. വർക്കിംഗ് ആണ്. അടിപൊളി സെറ്റ്. ഇത് കണ്ടില്ലയോ? ഇതാണ് സാധനം. ഇതിലിപ്പോൾ അത്യാവശ്യം ഞാൻ കുറേ ഗെയിംസും പിന്നെ എന്തൊക്കെയോ ഇതിൽ എടുത്തിട്ടേക്കുണ്ട് ആപ്ലിക്കേഷൻസ്. ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉണ്ട് നിങ്ങൾ. മോനെ, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ക്യാമറയുടെയൊക്കെ റിവ്യൂ നമുക്ക് എടുക്കാം. കുറച്ച് കഴിയട്ടെ. സൈഡാ കട്ടി. അപ്പം ഗൈസ്, നമുക്ക് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സിലോട്ടൊന്ന് എത്തി നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, പുറത്ത് 1 2 3 4 ക്യാമറസ് ആണ് മാൻ. ഇതിനകത്ത് മൊത്തം നിറച്ചു കൊടുത്തത്. എൻ്റെ മോൻ അടിപൊളി. ഇത് ഇങ്ങനെയൊക്കെ ചെവിയിൽ കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചെടിയുമ്പോണ്ടല്ലോ, അപ്പുറത്തേക്കുന്ന ഒരാൾ കാണുമ്പോഴത്തേക്ക് 4-5 ക്യാമറ ഉള്ള ഫോൺ എന്തായിരിക്കുമല്ലോ അവർ വിചാരിക്കണത്. വിചാരിക്കും എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമായിരിക്കും. നമുക്ക് നോക്കാം. ഏതായാലും പിന്നെ ഒരു ഫിംഗർ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ. 4 ക്യാമറസ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രൈസ് എത്രയാണ്? 3499. അത് മാത്രമല്ല 2 മെഗാപിക്സൽ റിയർ ക്യാമറയാണ്, 1.3 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്, 1.3 GHz കോഡ് 4 പ്രൊസസറാണ്. തറയെ വിടാനും പറ്റില്ല, കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. വളരെ സ്റ്റൈലിഷ് ആണ്, സ്ലീക്ക് ആണ്. മാത്രമല്ല ഏറ്റവും നല്ല രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് ഇതിനകത്തുണ്ട് അല്ലേ അർജുൻ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 4 ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആണുള്ളത്. നമുക്ക് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് സംഭവം നിങ്ങൾ പറഞ്ഞു തരാണ്. സംഭവം ശരിയാണ്. ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നാപ്തോളിൻ്റെ ചാനലൊന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവയൊന്ന് കയറി വന്ന വിട്ടേക്ക്. അപ്പോൾ കാര്യം വേറൊന്നും അല്ല, അതിനുള്ള ഉത്തരവും എന്തുകൊണ്ടാണ് എൻ്റെ വായിൽ അങ്ങനെ കയറി വന്നതെന്നും ഇതുപോലൊക്കെ സംസാരിക്കാൻ കഴിയുന്നതിനുള്ള ഉത്തരം വേറെ നമ്മുടെ ഗുരുവായ ജോർജ് ഏട്ടൻ തന്നിട്ടുണ്ട്. അതുപോലെ സിവിൽ സർവീസ്, പൊളിറ്റിക്സ്, ബിസിനസ്, അഗ്രികൾച്ചർ, ടൂറിസം, മീഡിയ, ബാങ്കിങ്, വാർക്കപ്പണി കൺസ്ട്രക്ഷൻ, അങ്ങനെ എല്ലാ ഫീൽഡിലും ഞങ്ങളിപ്പോൾ ബിടെക്കാണല്ലോ സാർ. മാത്രമല്ല സിനിമാ ഫീൽഡ് വരെ ഞങ്ങളെല്ലാം സ്തംഭിച്ചു പോകില്ലേ സാർ. അങ്ങനെ ഏത് ലെവലിലേക്ക് ഉയരാനും ഏത് ലെവലിലേക്ക് താഴാനും ഞങ്ങളെ കൊണ്ട് പറ്റും സാർ. ഇനി നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഏകദേശം ഒരു 13 MB ക്യാമറാസ് ആണ്. 13 MBയുടെ ക്യാമറ, പിന്നെ ഒരു മാക്രോ ലെൻസ്, വൈഡ് ലെൻസ്, പിന്നെ സാധാ ലെൻസ്, പിന്നെ എന്തോ പോർട്രേറ്റ് ലെൻസ് ആണെന്ന് തോന്നുന്നു, പിന്നെ എന്തൊക്കെയോ ലെൻസുകളുണ്ട്. സംഭവം ഇതിനകത്ത് ഞാൻ ഉള്ളത് പറയാമല്ലോ, ഞാൻ ഇതിൽ ക്യാമറ ഒന്നും ഉപയോഗിക്കാറില്ല. എനിക്കൊരു കൂട്ടുകാരനാണ് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നത്. ഞാൻ ഇതിനകത്ത് ആകെ ഉപയോഗിച്ചിട്ടുള്ളത് മാക്രോ ലെൻസ്. എനിക്ക് മാക്രോ ഫോട്ടോഗ്രാഫി കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് മാക്രോ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് ഭയങ്കര ഫാസ്റ്റാണ്, പെട്ടെന്നാണ്, ലോക്ക് ഇൻസ്റ്റൻ്റ് ആണ്. കണ്ടാ? അയ്യോ, കണ്ടില്ല. കണ്ടാ?
കണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അൺലോക്കിംഗ് ആണ് കേട്ടോ. പിന്നെ മറ്റൊരു ഫീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ് മോനെ. എൻ്റെ പൊന്നോ 5000 mAh. ഞാൻ രാത്രി പരിപാടി പിഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ ഇടുന്നത്. അതായത് ഒരു 2% 3% ചാർജ് കാണത്തുള്ളൂ. പിന്നെ ഞാൻ രാവിലെ ഒരു 6 മണിക്ക് ഒരു അലാറം വെച്ചിട്ടുണ്ട്. ആ അലാറം അടിച്ച് എണ്ണീറ്റ് കുത്തിയിട്ട് പിന്നെ കൃത്യം 3 മണിക്കൂർ എടുക്കുന്നത് ഫുൾ ചാർജാണ്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. 3 മണിക്കൂർ ഫുൾ ചാർജ്. ഞാൻ ഉറങ്ങുന്ന സമയം കുത്തിയിടാറുള്ളൂ. ഞാനിത് ഫോണോ ഉണർന്നിരിക്കുമ്പോൾ കുത്തിയുടെ ചരിത്രമില്ല ഇത്രയും നാൾ ഞാൻ മേടിച്ചിട്ടുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 100% ചാർജ് ആക്കുന്നത് ഒരു ദിവസം ഫുള്ള് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴിഞ്ഞിട്ടേക്കോ ഞാൻ ഫോണിനെ. കഷ്ടം. ഇതന്നെ ഒരുപാട് പ്രായിട്ടുണ്ടാവും. എന്നാലും സാരമില്ല. നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മളിങ്ങനെ വേറെ എടുക്കണം. ഫോണിൽ നെറ്റില്ലെങ്കിൽ തീർന്ന് ഉള്ള കാര്യം പറയാലോ. അതാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊളി. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് മൊബൈൽ കടക്കാർ പറഞ്ഞിട്ടുള്ളതാണ് 10000 രൂപയിൽ നല്ല ബെസ്റ്റ് ബഡ്ജറ്റ് ഫോണിലൊന്നാണിത്. 10000 രൂപ സെലക്ട് ചെയ്യുന്ന എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കാര്യം ഇത് ഞാൻ 4GB 64GB റാം അല്ല 64GB റോം 4GB റാം ഇതിൻ്റെയാണ് ഈ പ്രൊഡക്റ്റ്. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 636 ആണെന്ന് തോന്നുന്നു സ്നാപ്ഡ്രാഗൺ. പിന്നെ 2 GHz പ്രൊസസ്സർ. അത് ഞാൻ മറന്നില്ല, ഞാൻ നന്നായിട്ട് വായിച്ച് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെയുള്ള എന്താ വെച്ചാൽ റിവേഴ്സ് ചാർജിങ് എന്നൊരു മെയിൻ കണ്ടൻറ്റാണ്. പക്ഷേ ഞാൻ എൻ്റെ ചാർജ് ചെയ്തിട്ട് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. നമുക്ക് തന്നെ ഉപയോഗിക്കാൻ തികയുന്നില്ല. പിന്നെയാണ് ഇനി വല്ലവർക്കും കൂടി കൊടുക്കുന്നത്. അതൊക്കെ എങ്ങനെ കൊടുക്കാനാ? ആകെ 5000 mAh ഉണ്ട്. അതിൽ 4000 mAh കളിച്ചെടുക്കും. പിന്നെ ബാക്കി വല്ലവർക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്തുണ്ട്? പിന്നെന്തുവാ കേട്ടിട്ടടാ നമ്മൾ പറഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. 13 MB ക്യാമറ അല്ല 12 MB ക്യാമറ. പിന്നെ വേറെ 4 ക്യാമറാസ് കൂടെ ഉണ്ട്. അത് എത്രയാണെന്ന് കൃത്യമായിട്ട് കാണാതെ പഠിച്ച് പറയാം. ഇത് പരീക്ഷയൊന്നും അല്ലല്ലോ. പിന്നെ മറ്റൊരു മറ്റൊരു ഫീച്ചർ ഞാൻ പറയും. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ 6.52 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. എൻ്റെ മോനെ ആലോചിച്ച് നോക്കി. 6.52 ഇഞ്ച് അത്രയും വലുതാണ്. അത്രയ്ക്ക് വലുതാണ്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ട് എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ ഞാൻ. കാര്യം നമുക്കിത് കാണാതെ പഠിച്ച് പറയാനതും വയ്യളൂ. പിന്നെ ഉള്ളത് നോയ്സ് ഡിസ്പ്ലേ. ഇറ്റ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫിനിഷിങ് മീൻസ് ടോട്ടലി നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ഒരു അടിപൊളി ക്ലാസിക് ലുക്കാണ് ഫോൺ. ഏത് കണ്ടില്ലേ? അയ്യോ ഇങ്ങനെയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ആ ഒരു ഭംഗി കണ്ടില്ലേ? ഇത് ഇനി പിന്നെ ഇതിൻ്റെ നമുക്ക് ഗെയിമിങ് നമ്മൾ കാണിച്ച് തന്നിരിക്കും. ഗെയിമിങ് കാണിക്കാതെ എന്ത് ഫോൺ? റിയൽമി ഫോൺസ് ഇറക്കുന്നത് തന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഒട്ടുമിക്ക ഫോൺസ് നല്ല അടിപൊളിയാണ് ഗെയിമിങ്ങിന് ബെസ്റ്റ് ഓഫ് ബെസ്റ്റാണ്. എനിക്കാകെ ഇതിനകത്ത് നന്നായിട്ട് ഞാൻ കളിക്കുന്നത് പബ്ജി മാത്രമേ ഉള്ളൂ. പബ്ജി കളിച്ചിട്ട് എങ്ങനെയായിരിക്കും എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഗെയിമിങ്ങിലേക്ക് പോവാം. ഗെയിമിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഗെയിമിങ്ങിൽ ഞാനൊരു ഫോണിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റേതായ കുറച്ച് കാഴ്ചപ്പാടുണ്ട്. അഥവാ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ചാവുകയാണെങ്കിൽ അത് ഫോണിൻ്റെ കുഴപ്പം. ഞാൻ അവിടെ സർവൈവ് ചെയ്ത് പിടിച്ച് നിന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മിടുക്ക്. അവിടെ ഫോണിന് നോ പ്രാധാന്യം. നമ്മൾ ഗെയിമിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ലൈറ്റ് ഫുൾ ഇവിടെ അണച്ച് നമുക്ക് പബ്ജി തന്നെ എടുക്കാം. ടൈംസ് ആൻഡ് ഗെയിംസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാമറമാനെ ആടെയൊന്ന് എന്ത് തേപ്പടി. പെബ്ജി ഫുൾ ബ്രൈറ്റ്നസ് ഹാഫ് ബ്രൈറ്റ്നസ്. ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് കേട്ടോ. ഫുൾ ബ്രൈറ്റ്നസ് ഭയങ്കര പ്രകാശമാണ്. ഇറ്റ്സ് നോട്ട് ഗോഡ് ഫോർ അവർ ഐ. കണ്ണിന് നല്ലതല്ല. നമുക്ക് ഗെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അറീന ട്രെയിനിങ് തന്നെ കളിച്ചാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിന് മാച്ചിങ് അടിച്ച് എപ്പോഴാണോ ഞാനൊരു ടീമിൽ കയറി കളിക്കുന്നത് നോക്കാം. KL16 കൊലയാളി. എൻ്റെ കോളേജിലെ കൂട്ടുകാരനാ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇൻ കേസ് ഞാൻ ചാവുകയാണെങ്കിൽ അത് ഫോണിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അല്ലാതെ എനിക്ക് കളിക്കാൻ അറിയാത്തതിൻ്റെ അല്ല. പിന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അത് ഫോണ് ഏതായാലും കളിക്കാൻ അറിയുന്നതിന് എവിടെയും കളിക്കും. അതുകൊണ്ട് അങ്ങനെ വർത്താനൊന്നും വേണ്ട. എന്താടാ കളിക്കാൻ പറ്റാത്തേ? പക്ഷെ ഒന്ന് ലോഡിങ് അതേ 40 ഇത് കണ്ടില്ലേ? നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടോ? 45 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ വെയിറ്റിങ്ങിലാണ്. ഞാമാനെ അങ്ങനെ നമ്മൾ ആ കളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര നേരം 2 മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം മനുഷ്യന് കളിയും തുടങ്ങിയത്. നമുക്ക് കളിച്ചു നോക്കാം.
എന്താകുമോ എന്തോ. ആദ്യമൊക്കെ ലോഡിങ്ങിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ? ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ളത് വെറും പാട്ട ഫോണിലായതുകൊണ്ട് ഇത് കിട്ടിയപ്പോൾ എനിക്ക് സ്വർഗ്ഗം മാറി തോന്നി. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാൻ തോന്നത്തില്ല ഈ ഫോണിന്. സത്യമായിട്ടുമാണേ. ഓഫ് മോനെ, കമോൺ ലെറ്റ്സ് ഗോ. ഇതിപ്പോൾ ഗെയിമിങ് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. അമ്മേ ഇപ്പം കുഴപ്പം, ഇപ്പം ചത്തേനെ. അയ്യോ. ഇനി നമുക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം കണ്ട. ഫോൺ കൊള്ളൂല കേട്ടോ. ഫോൺ കൊള്ളൂല, ചത്ത്. ഫോൺ കൊള്ളൂല, ചത്ത്. അയ്യോ ഫോൺ കൊള്ളൂല. ഏതോ ഒരുത്തൻ ഏതൊക്കെയോ തോക്കെടുത്തിട്ട് പടപട അടിക്കുന്നു. കുഴപ്പമില്ല. ഗെയിമിങ് സെറ്റാണ് കേട്ടോ. ഗെയിമിങ് സെറ്റാണ്. പക്ഷേ ഫോൺ കൊള്ളൂലെന്ന് തോന്നുന്നു, കളിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിത് ശ്രദ്ധിച്ചോ? നിങ്ങൾ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ്. സംഭവം ഇതിനകത്ത് FPS 30 FPS വരെ വരും. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് 0യിൽ നിന്ന് ഒരു തുള്ളി അനങ്ങി ഞാൻ കണ്ടിട്ടില്ല. എന്താണോ എന്തോ. നിങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. ഇത് FPS ഒന്ന് അനങ്ങി കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഗെയിമിങ് എത്രയും മതിയെന്ന് തോന്നുന്നു. ഗെയിമിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമില്ല. എനിക്ക് പ്രത്യേകിച്ച് ലാഗോ ഫീലോ ഒന്നും തോന്നില്ല. നല്ലൊരു നെറ്റിൽ കളിക്കുകയാണെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്, അടിപൊളിയാണ്, ഒരു സീനുമില്ല. ഓക്കെ, ഇതിപ്പോൾ ഇതുപോലെ തുള്ളിച്ചാടി നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിമീസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ. എനിമീസ് വരുമ്പോൾ നെറ്റ് പോകുന്ന ടീംസും പിന്നെ കളിക്കാൻ പറ്റാത്ത ടീംസും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളത്. അമ്മേ ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് ഗെയിമിങ്ങാണ്. കണ്ട ഞാൻ വിയർത്ത് അടപടലം ചാകുമായിരുന്നു, കണ്ടില്ലേ? എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എത്ര നല്ല ഫോണാണ് കളിക്കാൻ തന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചത്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ എൻ്റെ മുമ്പിൽ കൊള്ളത്തില്ല. ആരൊക്കെ പറഞ്ഞില്ല, അങ്ങനെ അതിപ്പോൾ എൻ്റെ ആണെങ്കിലും വല്ലവൻ്റെ ആണെങ്കിലും കൊള്ളത്തില്ല. കളിക്കാൻ കൊള്ളാവുന്ന ഫോൺ തന്നെ, എന്നാലും നന്നായിട്ട് കളിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ എന്ത് കഷ്ടമെന്ന് പറ. നമുക്കിനി അടുത്ത ക്യാമറയിലോട്ട് പോകാം, വാ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണല്ലൊടലൊടലൊടലെ, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലജ, വിരിഞ്ഞ പാല പൂമണം വന്നാൽ ഗുമുകുമകുമുകു, തേൻ കൂട്ടിൽ കല്ല് വീണാൽ സംഭവം എത്ര നല്ല ക്യാമറ ആണെന്ന് പറഞ്ഞാലും എൻ്റെ ഫോട്ടോ നല്ലതല്ലെങ്കിൽ എനിക്ക് ആ ക്യാമറ ഇഷ്ടമല്ല. ഐ ഹേറ്റ് മൈ ഊള ഫോട്ടോസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടേതായ രീതിയിൽ റിവ്യൂ ഇവിടെ തീർക്കുകയാണ്. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, 10,000 രൂപ കൈവച്ചുകൊണ്ട് നിങ്ങളൊരു അടിപൊളി ഗെയിമിംഗ് സെറ്റ് അല്ലെങ്കിൽ ഒരു കിടുക്കൻ ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അടുത്തുള്ള കടയിൽ എവിടെയെങ്കിലും ചെന്നിട്ട് Realme 5A ചോദിക്കുക. 4GB 64GB റോമിൻ്റെ ആയിട്ടുള്ള ഫോൺ Realme 5A എല്ലായിടും അവൈലബിൾ ആണ്. ഇറ്റ്സ് എ കിടുക്കൻ ഫോൺ, ഒന്നും പറയാനില്ല, എനിക്ക് അടിപൊളിയാണ്. നിങ്ങൾ നല്ല വണ്ടർഫുൾ. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. കാര്യം എനിക്ക് എൻ്റെ കയ്യിൽ ഇതിന് മുമ്പ് ഇരുന്നൊരു വെറും കാട്ട ഫോണായിരുന്നു. അത് കൊടുത്തിട്ട് ഞാനിത് മേടിച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ നേരത്തെ ഉപയോഗിച്ച ലെനോവോയുടെ വൈബ് K5 നോട്ട് എന്ന് പറഞ്ഞൊരു ഫോണായിരുന്നു. അത് ഞാൻ കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ Realmeയുടെ 5A ഇറ്റ്സ് എ ബെസ്റ്റ് ചോയ്സ്, ഒന്നും പറയാനില്ല എനിക്ക്. ബാക്കിയെല്ലാം ഓവറോൾ വണ്ടർഫുൾ ഫിനിഷ്ഡ് ഫോണാണ്. ഇറ്റ്സ് എ ക്ലാസിക് ലുക്ക്. നിങ്ങൾ ഫോൺ കണ്ടില്ല, അടിപൊളിയല്ലേ മൊത്തത്തിൽ കാണാം. അയ്യോ അടിപൊളി, 4-5 ക്യാമറ, എന്താ വേണം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, പറയാനുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺഡ്, തെറ്റിപ്പോയി. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, പോകാം.